നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് പിതൃവിനെ കുറിച്ചാണ്, ആത്മാവിനെ കുറിച്ചാണ്. ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ആത്മാവിനെ ഓർമ്മിച്ച് വിഷമിക്കരുത് എന്ന്. അതിനെ പലരും പല രീതിയിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നാൽ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അത് കുറച്ചുകൂടി ഒന്ന് എന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇന്ന് ഞാനിത് ഒന്നുകൂടി എന്ന് വെച്ചാൽ അത് ഒന്നുകൂടി അവതരിപ്പിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഞാൻ ഉദ്ദേശിച്ചതെന്നും അത് ചില ആൾക്കാർ മനസ്സിലാക്കിയതിൽ വന്നുപോയ ചില പാകപ്പിഴകളുണ്ട്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഏറ്റവും ഭാഗ്യം തരുന്നതാണ് പിതൃക്കൾ. അവരെ നമ്മൾ വേണ്ടുന്ന വിധത്തിൽ ആചരിച്ചാൽ, അവരെ അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടും. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായിട്ടോ വാസ്തുപരമായിട്ടുള്ള കാര്യം അതിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. പിതൃക്കൾ. അപ്പം ഞാൻ ഒരു 2-3 മുമ്പുള്ളൊരു എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിച്ചത് പിതൃക്കൾ അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യങ്ങൾ തരുന്നതാണ്. പക്ഷേ അതായത് പിതൃക്കൾ ആരാണ്? നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചു പോയാൽ അവർ പിതൃക്കളായി മാറുന്നു. പക്ഷേ പിതൃക്കളായി മാറുന്നതിന് ജീവിച്ചിരിക്കുന്ന നമ്മുടെയൊക്കെ ഒരുപാട് കർമ്മങ്ങൾ ആത്മാവിന് ആവശ്യമാണ്. ശരീരത്തിൽ നിന്നും ആത്മാവ് വിട്ടു പോയി കഴിഞ്ഞാൽ അത് പിന്നീട് പിതൃവായി സ്വയം മാറുകയല്ല ചെയ്യുന്നത്. ജീവിച്ചിരിക്കുന്ന നമ്മൾ ചെയ്തു കൊടുക്കേണ്ടുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളിൽ കൂടിയാണ് അവർ പിതൃവായി മാറുന്നത്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്കൊരു പുനർജന്മത്തിനുള്ളൊരു അവസരമോ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന വിധത്തിൽ അവർക്ക് രൂപാന്തരം പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അവരെല്ലാം പ്രേതാത്മാക്കളായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പം എങ്ങനെയാണ് ഇതിനെ പിതൃവാക്കുന്നത്? നമ്മൾ ഒരു മരണപ്പെട്ടു പോയാൽ കൃത്യമായിട്ടുള്ള സംസ്കാര ചടങ്ങുകൾ, 5-നും 6-നും നടത്തുന്ന സഞ്ചയനം, 16-നും നടത്തുന്ന പുല്ലകുളി അടിയന്തരം, അതിനുശേഷം മരിച്ച നക്ഷത്രം ഏതാണോ അങ്ങനെ വരുന്ന 13 നക്ഷത്രത്തിൽ വരുന്ന ബലിതർപ്പണങ്ങൾ. അതായത് ഒരു വർഷം കൊണ്ട് ഈ ബലിതർപ്പണങ്ങൾ നമ്മൾ പൂർത്തിയാക്കുന്ന 13 13ാമത്തെ നമ്മൾ വാർഷിക ബലിയായി നമ്മൾ ആചരിച്ച് 13 പൂർത്തിയാക്കി കഴിയുമ്പോഴാണ് ഈ ആത്മാവ് ശരിക്ക് പറഞ്ഞാൽ പിതൃ ആയി മാറുന്നത് എന്ന് ഞാനത് വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിനോടൊപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, മരണം അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. നമ്മൾ അതുമായി പൊരുത്തപ്പെടണം. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഭർത്താവ്, ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ, മാതാപിതാക്കൾ ആരും ആകട്ടെ, മരിച്ചു പോയാൽ അവരൊരിക്കലും തിരിച്ചു വരില്ല. അപ്പം ഇത്രയും കർമ്മങ്ങൾ ചെയ്തു കൊടുത്താൽ അവർ പിതൃവായിട്ട് മാറും. പക്ഷേ കൃത്യമായി നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന മറ്റൊരു കുഴപ്പമുണ്ട്. അതായത് ഈ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം കിട്ടാത്ത വിധത്തിൽ വരുന്ന ഒരു ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവരെ ആലോചിച്ച് നമ്മൾ ദുഃഖിക്കുക, വിഷമിക്കുക, കരയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊരിക്കലും ചെയ്യരുത് എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മരണം നമ്മളത് മനസ്സിലാക്കണം, അംഗീകരിക്കണം. ഒരിക്കലും അവർ തിരിച്ചു വരില്ല എന്നുള്ളൊരു പരമമായ സത്യവും നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത്. പക്ഷെ പലരും അവരെ കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല. അതെങ്ങനെ പറ്റും എന്നാണ് പലരുടെയും ചോദ്യം. ഒരിക്കലും അവരെക്കുറിച്ച് ചിന്തിക്കരുത്, ആ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല പറഞ്ഞത്. അവരെ ആലോചിച്ച് വിഷമിക്കരുത്. വിഷമിക്കുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഈ തർപ്പണങ്ങൾ കൊണ്ട് അവർ മോക്ഷപ്രാപ്തി പദത്തിലേക്കുള്ള യാത്രയിലാണ്. ഈ 365 ദിവസം കൊണ്ട് അവർ പോകുന്നത്. പക്ഷേ നമ്മൾ ഇതൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം അവരെ ആലോചിച്ച് നിത്യവും കരയുക, നെഞ്ചിലിടിക്കുക, ഒപ്പാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് അവർക്ക് തടസ്സമാണ്. ഒരിക്കലും നമ്മൾ എത്ര കർമ്മങ്ങൾ ചെയ്തു കൊടുത്താലും അവരുടെ ആത്മാവിൻ്റെ മോക്ഷപ്രാപ്തി കിട്ടില്ല. പ്രേതാത്മാവായി അലയുമെന്നാണ്. അവരെക്കുറിച്ച് ഓർമ്മിക്കരുത് എന്നല്ല പറഞ്ഞാൽ, ഓർമ്മിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവരെ മരിച്ചുപോയാൽ നമ്മൾ മരിക്കുന്നവരെയും അവരെക്കുറിച്ച് തന്നെ ഓർമ്മിക്കണം. പക്ഷേ ആ ഓർമ്മകളെന്ന് പറഞ്ഞാൽ നിലവിളിച്ചുകൊണ്ട് ആകരുത് എന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ തന്നെ നടത്തുന്ന ക്ഷേത്രങ്ങളിലൊക്കെ എൻ്റെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാ വർഷവും അന്നദാനവും അതുപോലുള്ള എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവരുടെ പേര് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. കാര്യം അവരോടുള്ള ഒരു ആദര സൂചകമായിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അതുപോലെ അവരുടെ പേരിൽ പലവിധ സൽക്കർമ്മങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കാര്യമാണല്ലോ എനിക്ക് പറയാൻ പറ്റുന്നത്. എനിക്കറിയാവുന്ന ഒരുപാട് പേര് അങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തി, എല്ലാ മാസവും
എല്ലാ മാസവും ഞാൻ പോയി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ബലിതർപ്പണങ്ങൾ ഇപ്പോഴും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. എൻ്റെ പിതാവൊക്കെ മരിച്ചിട്ട് 30-35 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ഞാനത് ചെയ്തു കൊടുക്കുക. ഇന്നും ഞാൻ അങ്ങനെ ഒരു കർമ്മം ചെയ്തതിന് ശേഷം, ഇന്ന് ശനിയാഴ്ച കർത്തവാവാണ്, ഇന്നും ഞാൻ പോയി അത് ചെയ്തു കൊടുത്തതിന് ശേഷമാണ് ഞാൻ വന്നിരുന്ന ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. പക്ഷേ അപ്പോഴും ഞാൻ ഒരു തുള്ളി കണ്ണീര് പോലും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒഴിക്കാറില്ല. അവരുടെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ നന്നായിരിക്കട്ടെ, അല്ലെങ്കിൽ നന്നായിരിക്കുന്നു എന്ന് ചിന്തിച്ച് അതിൽ സന്തോഷം കൊണ്ടിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്ന കാര്യം. അവരിപ്പോഴും അവരുടെ ആത്മാവ് ഇപ്പോഴും പുനർജന്മം എടുക്കാതെ നിൽക്കുകയാണെങ്കിൽ ആ ആത്മാവിന് വേണ്ടിയിട്ടുള്ള ശക്തി പകരുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ ഒരാത്മാവാണ്, എൻ്റെ പിതാവാണെങ്കിൽ പോലും ഒരു മനുഷ്യ ശരീരത്തിൽ ആത്മാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തു കൊടുക്കുന്നത്. അവരെക്കുറിച്ച് ഒരിക്കലും നമ്മൾ വിഷമിക്കാൻ പാടില്ല എന്നാണ് ഞാൻ ആ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. അല്ല അവരെ ഓർമ്മിക്കരുത് എന്നല്ല. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിനെ ഓർമ്മിക്കാതിരിക്കാൻ പറ്റും, ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ മറക്കരുത്. പ്രിയപ്പെട്ടവർ നമ്മളെ മരണം കൊണ്ട് അവർ നമ്മളെ വിട്ടുപിരിഞ്ഞാലും ഒരിക്കലും നമ്മൾ അവരെ മറക്കരുത്. അത് നന്ദികേടാണ്. നമ്മൾ ഈ വിധത്തിലേക്ക് കൊണ്ടെത്തിച്ചത് അവരാണ്. ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ്, നമ്മൾ ഒരുപാട് സ്നേഹിച്ചിട്ടാണ്, നമുക്ക് വേണ്ടി അവർ ഒരുപാട് അവരുടെ നന്മകൾ ത്യജിച്ചിട്ടാണ് അവർ നമ്മളെ ഈ ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരൊരിക്കലും നമ്മൾ മറക്കരുത്. പക്ഷേ അവരെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് കരയുക, വിഷമിക്കുക, ഒപ്പാരി പറയുക, ഇങ്ങനെയൊക്കെ പറയുന്നത് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങളുണ്ടാക്കും എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം നമ്മുടെ പിതൃക്കളെ ആലോചിച്ച് ഒരിക്കലും നമ്മൾ കരയരുത്, കണ്ണുനീരൊഴിക്കുകയോ ചെയ്യരുത്. ഇന്നും നമ്മൾ ഈ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ അറിയാം, 22-23 വയസ്സായിട്ടുള്ള മകൻ മരിച്ചുപോയി. 22-23 വയസ്സാണ് മകൻ മരിച്ചുപോയ മാതാപിതാക്കൾ. അവരിന്ന് ആ മകൻ്റെ പേരിനും ഒക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് വന്നിരുന്നു അവർ. എന്നിട്ട് അവർ ദൈവത്തിനെ പോലും അവർ മറന്നു എന്നല്ല, അവർക്ക് ദൈവത്തിൽ ഇപ്പം വിശ്വാസമില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് അതിൻ്റെ അറിവ് കൊടുക്കുന്ന അവരുടെ മകനാണ് എന്നവർ വിശ്വസിക്കുന്നു. അത് അവരുടെ മാത്രം വിശ്വാസമാണ്. അതിനെ നമുക്ക് ആർക്കും തെറ്റെന്ന് പറയും. എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പോലും ഞാൻ ഒരു വാക്ക് പോലും നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങൾ അതെല്ലാം വിട്ടിട്ട് മകൻ്റെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്ന് ഞാൻ പറഞ്ഞില്ല. കാര്യം അവർ അതുകൊണ്ട് തൃപ്തരാണ്. ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് ആ മകന് വേണ്ടിയിട്ട് ഒരു തുള്ളി കണ്ണുനീര്, അന്ന് അമ്മ ഒരുപാട് കരഞ്ഞെങ്കിൽ പോലും ഞാനത് അവരോട് പറഞ്ഞു, ഇനി കരയരുത്, നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ള. അതിനുശേഷം ഒരുപാട് ഇൻ്റർവ്യൂവിലും കാര്യങ്ങളിലും അവരെക്കുറിച്ച് ഒരുപാട് മറ്റുള്ള ചാനലിലെ വീഡിയോയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ പിതാവ് കരയുന്നില്ല. മകൻ ഇന്നും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് എന്ന് ഉറച്ചുകൊണ്ട് വരുന്ന മറ്റു കാര്യങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പോലും, അദ്ദേഹത്തിനുണ്ടായാൽ പോലും മകനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം കരയുന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ വിജയം, അവരുടെ വിജയം. അതുകൊണ്ട് നമുക്കും അങ്ങനെ ചെയ്യാം. നമ്മുടെ പിതൃക്കളെ ആലോചിച്ച്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മരിച്ചു പോയെങ്കിൽ അവരെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വിഷമിക്കാതിരിക്കുക, കരയാതിരിക്കുക. മരണം അതൊരു പരമമായ സത്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അവരെക്കുറിച്ച് ചിന്തിക്കാതിരിക്കരുത്. അവരെക്കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ അതും നമുക്ക് ദോഷമാണ്. നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാഗത്ത് അവരെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ, സന്തോഷകരമായ ചിന്തകൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായാൽ അത് നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും അത്യാവശ്യമാണ്, ഏറ്റവും ഗുണങ്ങൾ തരുന്നതുമാണ്. ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലുള്ള മറ്റെന്തെങ്കിലും ദോഷങ്ങളുണ്ട്, അങ്ങനെയുള്ളതൊക്കെ ഞാൻ നേരിട്ട് ആ ഭൂമിയിൽ വന്നാൽ മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. നിങ്ങൾക്ക് ജ്യോതിഷം നേരിട്ടറിയാനൊരു സംവിധാനമുണ്ട്. അതിന് നിങ്ങൾ തിരുവനന്തപുരത്ത് വരണം. അങ്ങനെ വരികയാണെങ്കിലും ഈ നമ്പർ വിളിച്ചിട്ട് നിങ്ങൾ വന്നോളൂ. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.